ഇന്നത്തെ ഒരു വാർത്തയാണ് ഞാൻ വായിച്ചത്. കൊച്ചി ഇന്റർനാഷണൽ എയർപോർട്ട്, അതായത് സിയാൽ, ഏകദേശം 1000 കോടി മുതൽ മുടക്കി എക്സ്പാൻഷൻ പ്ലാൻ നടത്താൻ പോവുകയാണ്. അത് ആലോചിച്ച് നോക്കി, എത്ര വർഷത്തിന് ശേഷമാണ് എക്സ്പാൻഷൻ എന്ന സംഭവം അവരുടെ തലയിലോട്ട് കയറിയത്. അതിനെപ്പറ്റിയാണ് പറയുന്നത്. നിങ്ങൾക്കറിയാം, ഞാൻ നേരത്തെ ഒരു വീഡിയോ ചെയ്തിരുന്നു. കോയമ്പത്തൂർ എയർപോർട്ട് വരാൻ പോവുകയാണ്. അത് തമിഴ്നാട് ഗവൺമെൻറ് ലാൻഡിൻ്റെ പ്രശ്നം ഉണ്ടായിരുന്നു, മുഴുവനും കൈമാറി. അത് വന്നു കഴിയുമ്പം കേരളത്തിലെ 4ഓളം ആ ഭാഗത്ത് കിടക്കുന്ന ജില്ലകൾ മുഴുവനായിട്ട് കോയമ്പത്തൂരിനെ ഡിപ്പെൻഡ് ചെയ്യും. അടുത്തൊരു വാർത്തയുണ്ട്, സിയാലുമായിട്ട് മറ്റൊരു വാർത്തയുണ്ട്. ബാംഗ്ലൂർ എയർപോർട്ട് 72 ഡൊമസ്റ്റിക് ഡെസ്റ്റിനേഷനിലാണ് ഓപ്പറേഷൻ ഇന്ന് നടത്തുന്നത്. അതായത് ഒരു സമയത്ത് അത് ഡൽഹി ആയിരുന്നു, അതിനു മുമ്പ് മുംബൈ ആയിരുന്നു. ഈ 2 സിറ്റികളെ പുറകിലാക്കിയാണ് ബാംഗ്ലൂർ. ആലോചിക്കുക, ബാംഗ്ലൂർ എന്ന് പറയുന്നത് ഇന്ത്യയിലെ മേജർ മെട്രോ സ്റ്റേഷൻ അല്ല. വലിയ സിറ്റിയാണ്, പക്ഷെ മേജർ മെട്രോ സ്റ്റേഷൻ അല്ല. ഡൽഹി, മുംബൈ, ബാംഗ്ലൂർ, കൽക്കട്ടയാണ് മേജർ മെട്രോ സ്റ്റേഷൻ. അപ്പോൾ ഒരു സമയത്ത് മുംബൈ ആയിരുന്നു ഏറ്റവും കൂടുതൽ ഡൊമസ്റ്റിക് ഓപ്പറേഷൻ, എയർ ഓപ്പറേഷൻ നടത്തിയിരുന്നത്. പിന്നീട് അത് ഡൽഹിയിലായി, കാരണം ക്യാപിറ്റൽ സിറ്റി ഓഫ് ഇന്ത്യ. ഇപ്പോൾ ഏറ്റവും കൂടുതൽ ഡൊമസ്റ്റിക് ഓപ്പറേഷൻ നടത്തുന്ന ഒരു സിറ്റി ആയിട്ട് ബാംഗ്ലൂർ മാറി. കാരണം ബാംഗ്ലൂർ എയർപോർട്ട് എന്ന് പറഞ്ഞാൽ ഹാപ്പനിങ് ആണ്. അതിൻ്റെ പുറത്താണെങ്കിലും അകത്താണെങ്കിലും ആ രീതിയിലാണ് ആ എയർപോർട്ടിനെ പ്രൈവറ്റൈസ് ചെയ്ത് ഉണ്ടാക്കിയെടുത്തിരിക്കുന്നത്. നോക്കുക, ഇന്ത്യയിലെ ആദ്യത്തെ പ്രൈവറ്റൈസ്ഡ് എയർപോർട്ടാണ് കരുണാകരന്റെ സമയത്ത് നെടുമ്പാശ്ശേരി. ആ എയർപോർട്ടിലെ ഡൊമസ്റ്റിക് ഓപ്പറേഷൻ ഒരു സമയത്ത് നല്ലപോലെ നടന്നിരുന്നു, 3-ാം സ്ഥാനമായിരുന്നു. ഇന്നത് 8, 9, 10-ാം സ്ഥാനത്തേക്ക് പോയി. ഇൻഡിഗോ പല ഓപ്പറേഷൻസും അവിടുന്ന് നടത്തുവാൻ ശ്രമിച്ചു. അവിടെ ഒരു ആങ്കർ ഏറിയാക്കി മാറ്റാൻ ശ്രമിച്ചു. പക്ഷെ ഉണ്ടായത് ഫ്ലൈ ചെയ്യാൻ ആളുകളില്ല. ഡൊമസ്റ്റിക് ഓപ്പറേഷൻ കൂടി ഉണ്ടെങ്കിൽ മാത്രമേ ഒരു എയർപോർട്ട് ശരിയായ രീതിയിൽ മുന്നോട്ട് പോകുവാൻ പറ്റുകയുള്ളൂ. അത് കേരളത്തിലെ പല എയർപോർട്ടിനും ഇല്ല. അതാണ് കണ്ണൂർ എയർപോർട്ടിന്റെ പ്രശ്നം, കോഴിക്കോട് എയർപോർട്ടിന്റെ പ്രശ്നം, തിരുവനന്തപുരം എയർപോർട്ട് നേരിടുന്ന ഏറ്റവും വലിയ പ്രശ്നം. ഇനി ആലോചിച്ച് നോക്കുക, ഏറ്റവും കൂടുതൽ ഇന്റർനാഷണൽ ഓപ്പറേഷൻ നടക്കുന്ന സൗത്ത് ഇന്ത്യയിലെ എയർപോർട്ടുകൾ ഒന്നേതാ? കൊച്ചി എയർപോർട്ടാണ്. എന്നിട്ടും എന്തുകൊണ്ടാണ് ഈ കൊച്ചിൻ എയർപോർട്ട് ഇന്ത്യയിലെ 2-ാം സ്ഥാനത്തോ 1-ാം സ്ഥാനത്തോ വരാതിരുന്നതിന്റെ കാരണം? അതാണ്, ഇതിന്റെ മെജോറിറ്റി സ്റ്റേക്ക് എന്ന് പറയുന്നത് സ്റ്റേറ്റ് ഗവൺമെന്റ് ആണ്. സ്റ്റേറ്റ് ഉദ്ദേശിക്കുന്ന ഒരു IAS-കാരനാണ് അതിന്റെ ചെയർമാനായിട്ടും അതിന്റെ ഹെഡായിട്ട് വരുന്നത്, CEO പോസ്റ്റിലോട്ട് വരുന്നത്. ഇവിടൊക്കെ ഞാൻ ഒരു കാര്യം നേരത്തെ പറഞ്ഞിട്ടുണ്ട്. ഈ എയർപോർട്ട് ഉണ്ടാക്കിയതിന്റെ ഉത്തരവാദി എന്ന് പറയുന്ന അതിന്റെ എക്സിക്യൂഷൻ എന്ന് പറയുന്നത് BJ കുര്യൻ എന്ന് പറഞ്ഞ IAS ഓഫീസറാണ്. ഇയാളെ ആ എയർപോർട്ട് നടത്തിയിട്ട് 5 or 6 വർഷം അവിടെ ഇരുത്തുന്നതിന് പകരം 10 or 20 വർഷം അതിന്റെ ഹെഡായിട്ട് ഇരുത്തിയതോടുകൂടി ഈ മനുഷ്യൻ അതിനെ നശിപ്പിച്ചു. അതാണ് ഉണ്ടായത്. ലോകത്താരെങ്കിലും എൻ്റെ ക്വസ്റ്റ്യൻ, എയർപോർട്ടിന്റെ അടുത്ത് ഒരു ഗോൾഫ് കോഴ്സ് ഉണ്ടാകൂ എയർപോർട്ടിന്റെ സ്ഥലം എടുത്തിട്ട്? അത്രമാത്രം വലിയ പൊട്ടനാണ് ഈ BJ കുര്യൻ. ഞാൻ വെറുതെ പറയുന്നതല്ല, ഞാൻ അയാളെ പറ്റി നേരത്തെ നിശിതമായിട്ട് വിമർശിച്ചിട്ടുണ്ട്. കൊച്ചിയുടെ ഡൊമസ്റ്റിക് ഇന്റർനാഷണൽ എയർപോർട്ടിന്റെ അകത്തെ ഫ്ലൈറ്റ് ഡിലേ ആകുവാണെങ്കിലും എന്തെങ്കിലും ആക്ടിവിറ്റീസ് ഉണ്ടോ? ഡൊമസ്റ്റിക്കിലാണെങ്കിലും ഉണക്ക ബാറാണ് ഉള്ളത്, ഇന്റർനാഷണൽ അതേപോലെ ഒരു ഉണക്ക ബാറ്. ഇത്രയും നേരം ഫ്ലൈറ്റ് ഡിലേ ആകുമ്പോൾ ഒരു മാന്യതയുണ്ട്. അതുപോലും ചെയ്യാതെയാണ് അതിരാവിലെ പള്ളിയിൽ പോകുന്നയാളാണ് ഈ കുര്യൻ. ഈ വിവരം കെട്ടവനെ പിടിച്ചവിടെ, കാരണം ലോകം കാണാത്തൊരുത്തിന് അയാളെ കൊണ്ട് അവിടെ ഇരുത്തി. അത് ബേസിക്കലി എയർപോർട്ട് എന്ന് പറഞ്ഞാൽ കൊമേഴ്ഷ്യൽ ഓപ്പറേഷനാണ് എല്ലാ രീതിയിലും. അത് ഏതൊക്കെ രീതിയിൽ കൊമേഴ്ഷ്യലൈസ് ചെയ്യാൻ ശ്രമിക്കും. പിന്നെ അവിടെ ഉണ്ടാക്കി വെച്ചൊരു സംഭവമുണ്ട്, മറ്റേ സോളാർ വെച്ച് എനർജിയിൽ പ്രവർത്തിക്കും. മണ്ടൻ പോരെ മരപ്പൊട്ടൻ. അത്ര പ്രൈം ലാൻഡില് ഈ സോളാർ എനർജി കൊണ്ടിട്ട് എന്തു കുന്തമായ എയർപോർട്ടിന് കിട്ടുന്നത് ആലോചിച്ചിട്ടുണ്ട്? ഇതൊക്കെയാണ് കേരളത്തിലെ മീഡിയ ഒക്കെ വലിയ സംഭവമായിട്ട് കാണുന്നത്. ഞാൻ ലോകത്തിൽ ഒരു എയർപോർട്ടിലും കണ്ടിട്ടില്ല ഈ സോളാർ എനർജി പാക്ക്. കാരണം എയർപോർട്ട് എന്ന് പറഞ്ഞ പ്രൈം ലൊക്കാലിറ്റിയാണ്.
അതൊരു ഹാപ്പനിങ് പ്ലേസ് ആയിരിക്കണം എപ്പോഴും. നിങ്ങൾക്കറിയാം ഡൽഹി എയർപോർട്ട് അത് രണ്ടാമത് അത് കോമൺവെൽത്തിൻ്റെ സമയത്ത് പണിത് കഴിഞ്ഞപ്പോൾ അവിടെ ഒരു വലിയ ജുഗി ചോപ്പടി, അതായത് സ്ലം ഏരിയ ഉണ്ടായിരുന്നു. കാരണം എയർപോർട്ടിനടുത്താണ് ഞാൻ ഈ താമസിക്കുന്നത്, ദ്വാരക എന്ന് പറഞ്ഞ സിറ്റിയിൽ. അപ്പോൾ അവിടെ ആ സ്ലം ഇന്നും എനിക്ക് ഓർമ്മയുണ്ട്. അവരെ മുഴുവനും പണം കൊടുത്ത് ഒഴിപ്പിച്ചിട്ട് അതിനെ എയറോ സിറ്റി ആക്കി. അന്ന് ഡൽഹി എയർപോർട്ട് GMRന് അവിടെ ഗോൾഫ് കോഴ്സ് ഉണ്ടായിക്കൂടായിരുന്നു. ഇതാണ് ഈ മരപ്പൊട്ടൻ കുര്യൻ ചെയ്തത്. എന്തിനാ അവിടെ ഗോൾഫ് കോഴ്സിന് സംഭവം ഇത്രയും സ്ഥലമെടുത്ത് 1000-1500 പേര് മെമ്പേഴ്സിന് വേണ്ടി ഇയാൾ ചെയ്തു കൊടുത്തത്? ഏറ്റവും ആദ്യം ചെയ്യേണ്ടത് അത് മുഴുവനും ഡിസ്മാൻഡിൽ ചെയ്യണം. അതായത് ഇത് 2 റൺവേ ഉണ്ടാക്കുവാൻ ശ്രമിക്കണം. ഈ കാണുന്ന ഗോൾഫ് കോഴ്സിന്റെ ഏരിയയിൽ എയറോ സിറ്റി ഉണ്ടാക്കണം. നല്ല ഹോട്ടൽസും പരിപാടികളും ആക്ടിവിറ്റീസും. നിങ്ങളിപ്പം ഈ ബാംഗ്ലൂർ നോക്കുവാണെങ്കിൽ മനസ്സിലാക്കാൻ സാധിക്കും. ഫ്ലൈറ്റ് ഡിലേ ആകും, കാരണം ഹാപ്പനിങ്സ് ഉണ്ടായിരിക്കണം 24 hours. ആ രീതിയിലാണ് അതിനെ മാറ്റിയെടുക്കേണ്ടത്. അതേപോലെ എയർപോർട്ടിലോട്ട് പോകുന്ന റോഡ് നിങ്ങൾ കണ്ടിട്ടുണ്ടോ? മറ്റേ ഹൈവേ ടച്ച് ചെയ്യുന്നത്. ഇതിന്റെ 2 ഭാഗത്തും ആൾക്കാർക്ക് കൊമേഴ്ഷ്യൽ ഓപ്പറേഷൻ ചെയ്യാൻ പറ്റും. പലർക്കും ലാൻഡ് ഉണ്ട്. കാരണം ഇത് എയർപോർട്ടിന്റെ റോഡ്, അതിന് കണക്ടിവിറ്റി ഉള്ളു. അത് ആദ്യം ഡിസ്മാൻഡിൽ ചെയ്യണം. ആദ്യം എയർപോർട്ടിന്റെ CEO ആയിട്ട് ഒരു കാരണവശാലും IAS വരരുത്. ഇതിനെ കൊമേഴ്ഷ്യലി അറിയാവുന്ന ആൾക്കാരെ തന്നെ, മിടുക്കനായി മാർക്കറ്റ് ചെയ്യാൻ അറിയാവുന്നതിനും ബുദ്ധിമാനും വിഷണറിയായ ഒരു സാധനത്തെയാണ് അവിടെ കൊണ്ടിരുത്തേണ്ടത്. അല്ലാതെ സിവിൽ സർവീസ് ആയിട്ട് IPS IAS എയർപോർട്ടിൽ വന്നിട്ട് എന്ത് കുന്തം ചെയ്യാൻ? അവിടെ ലോ ആൻഡ് ഓർഡർ ആണ് അവിടുത്തെ ഇഷ്യൂ. ഇതിനെ ഗ്ലോബലൈസ് ചെയ്ത് ഗ്ലോബൽ ഐക്കോണിക് ഡെസ്റ്റിനേഷനാക്കി മാറ്റുക, ഇതാണ് പരമപ്രധാനം. എന്നാൽ മാത്രമേ ഇന്റർനാഷണൽ ഏവിയേഷൻ ആണെങ്കിലും ഡൊമസ്റ്റിക് ആണെങ്കിലും ജനങ്ങൾക്ക് വരാനുള്ള ഒരു വയബിൾ ഓപ്ഷൻ. അവിടെ എന്റർടൈൻമെന്റ് ഉണ്ട്, ആക്ടിവിറ്റീസ് ഉണ്ട്, അവർക്ക് ബോറടിക്കത്തില്ല. എയർപോർട്ടിന് അകത്തും പുറത്തും പല കാര്യങ്ങളുണ്ട്. ഈ രീതിയിലാണ് എയർപോർട്ടിനെ മാറ്റിയെടുക്കേണ്ടത്. അല്ലാതെ ഒരു ഉണക്ക ബാറും അവിടെ വെച്ചിട്ട് ഞാൻ ഒരിക്കലും എൻ്റെ ഒരു ഫ്ലൈറ്റ് ഡിലേ ആയിപ്പോയി. 6 മണിക്കൂർ 7 മണി ഞാൻ എയർപോർട്ടിൽ എന്ത് ചെയ്യാൻ പറ്റും? ഇതേപോലെ എന്നെ പോലെ ആയിരക്കണക്കിന് പേര് എന്ത് ചെയ്യാൻ പറ്റും? ഒരു പാർക്കിംഗ് ഉണ്ടാക്കിയിട്ടുണ്ട്. ആലോചിച്ച് നോക്കുക. ഒരു ആക്ടിവിറ്റീസ്, ഒരു ഉണക്ക ചായക്കടയും അതും ഇതുമൊക്കെയാണ് എയർപോർട്ടിന് പുറത്തുള്ളത്. ഇതിനെ നല്ല ബാംഗ്ലൂരൊക്കെ അതാ പറയുക, ബാംഗ്ലൂർ എങ്ങനെയാണ് ഇത് ഓപ്പറേറ്റ് ചെയ്യുന്നത് മനസ്സിലാക്കുക. എയർപോർട്ടിൽ നിന്ന് ആൾക്കാർ വന്നാലും അവർ ഒരു 1-2 മണിക്കൂർ എയർപോർട്ടിന് പുറത്ത് അവിടെ റെസ്റ്റോറൻറ്റിലൊക്കെ ചെലവഴിച്ച ശേഷമാണ് അവർ വീടുകളിലോട്ട് പോകുന്നത്. ഇനി കുറച്ച് ആൾക്കാർ നേരത്തെ ഫ്ലൈറ്റ് ലേറ്റ് ആകുവാണെങ്കിൽ തന്നെ അതിൻ്റെ പുറത്തെല്ലാം എൻജോയ് ചെയ്ത് അകത്ത് എൻജോയ് ഒക്കെ ചെയ്തിട്ട് അവർക്ക് ബോറിങ് അടിക്കത്തില്ല. ഇതേ രീതിയിലാണ് എയർപോർട്ട് എന്ന് പറഞ്ഞ സംഭവം ഉണ്ടാക്കിയെടുക്കേണ്ടത്. ഇതൊക്കെ ഈ പറയുന്ന ഈ കുര്യൻ എന്ന് പറഞ്ഞ മരപ്പൊട്ടനെയും അതേപോലുള്ള IAS അല്ല ഏൽപ്പിക്കേണ്ടത്. ആദ്യം ചെയ്യേണ്ടത് ഗവൺമെന്റിന് ഇനി റോളൊന്നുമില്ല ഈ എയർപോർട്ട് ഓപ്പറേറ്റ് ചെയ്യാൻ. ഇതിനെ പൂർണ്ണമായിട്ടും പ്രൈവറ്റൈസ് ചെയ്യണം. എന്നിട്ട് കഴിവുള്ള കേപ്പബിൾ ആയിട്ടുള്ള അറിയാവുന്ന നല്ല കഴിവുള്ളവരെ അതിന്റെ CEO ആയിട്ട് വെക്കണം. അവരിതിനെ പൂർണ്ണമായിട്ടും വലിയ സംഭവമാക്കി മാറ്റിയെടുക്കും. 1-2 മുതലാളിമാർക്ക് വേണ്ടി ആവരുത് എയർപോർട്ട് എന്ന് പറയുന്നത്. എയർപോർട്ട് എന്ന് പറയുന്നത് മാസീവായിട്ടുള്ള ആളുകൾക്കും അവിടെ വലിയൊരു ഹാപ്പനിങ്സ് ഉണ്ടായിക്കഴിഞ്ഞാൽ എത്രമാത്രം തൊഴിലവസരമാണ് ഉണ്ടാകുന്നത്. ഇന്നും ആലോചിച്ചൊക്കെ, കൊച്ചി എയർപോർട്ടിൻ്റെ അടുത്ത സ്ഥലത്തിന് വില കൂടുന്നില്ല. എനിക്കവിടെ സ്ഥലം ഉണ്ടായിരുന്നു, കുറച്ച് വില കൂടുന്നില്ല. കാരണം എന്തുവാ? കാരണം അവിടെ ഹാപ്പനിങ് കുഴപ്പമൊന്നുമില്ല. ചുമ്മാതെ ഈ ഗവൺമെന്റ് രീതിയിൽ വരുന്നു പോകുന്നു. ഇതല്ല ചെയ്യേണ്ടത്. എയർപോർട്ട് എന്ന് പറയുന്നത് ഹാപ്പനിങ് ആയിരിക്കണം. ഗ്ലോബലി അതിന് അട്രാക്ഷൻ ഉണ്ടാകണം. ഒരു ഡെസ്റ്റിനേഷൻ ആക്കി എടുക്കണം. കാരണം ടൂറിസ്റ്റുകൾ വരികയും, കാരണം അവർക്കൊരു അട്രാക്ഷൻ എയർപോർട്ടിൽ നിന്നും കിട്ടണം. ആ രീതിയിലാണ് അതിനെ മാറ്റിയെടുക്കേണ്ടത്. അവിടെയാണ് സിയാൽ എന്ന് പറഞ്ഞ എയർപോർട്ട് വളരെ വളരെ പുറകിൽ പോയത്. ഇന്ത്യൻ ഏവിയേഷൻ കംപ്ലീറ്റ് ആയിട്ട് തുറന്നു കൊടുത്തു. എയർപോർട്ടുകൾക്ക് പ്രൈവറ്റൈസ് ചെയ്യാം. അതിന്റെ മാറ്റം ഇന്ത്യയിൽ ഉൾക്കൊള്ളാത്ത ഒരേ ഒരു സ്റ്റേറ്റ് ആയിട്ട് കേരളവും കൊച്ചി എയർപോർട്ട് മാറി. ഇനി നോക്കുക, കോയമ്പത്തൂർ എയർപോർട്ട് ഏത് രീതിയിലായിരിക്കും വളരാൻ പോകുന്നത്. ബാംഗ്ലൂർ സിറ്റിയിൽ അടുത്ത എയർപോർട്ട് അവർ തുങ്കൂറിലേക്ക് ഡിക്ലെയർ ചെയ്തു. തമിഴ്നാട് ഗവൺമെന്റ് ഹോസൂറിൽ എയർപോർട്ട് പണിയുന്നു. കേരളം ഇന്നും കിടന്ന് ഇങ്ങനെ അടിച്ചുകൊണ്ടിരിക്കുകയാണ്. ഇവിടെയാണ് ഇച്ഛാശക്തിയുള്ള ഭരണാധികാരി കേരളത്തിൽ ഉണ്ടാകണമെന്ന് പറയുന്നതിൻ്റെ പ്രധാനപ്പെട്ട കാരണം.